അൾട്രോൺ തന്റെ ജയന്റ് റോബോട്ട്സിനും അൾട്രോൺ സെൻട്രീസിനുമൊപ്പം എർത്തിനെ നശിപ്പിക്കാൻ തയ്യാറാവുകയാണ്. അൾട്രോൺ അവഞ്ചേഴ്സിന് അവസാനമായിട്ട് ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു. അതായത് തന്റെ കൂടെ ജോയിൻ ചെയ്ത് ഹ്യൂമൻസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ തന്നെ സഹായിച്ചാൽ അവഞ്ചേഴ്സിനെ വെറുതെ വിടാമെന്ന്. എന്നാൽ അവഞ്ചേഴ്സ് അതിന് സമ്മതിച്ചില്ല. അവഞ്ചേഴ്സ് അസംബിൾ ആയിട്ട് അൾട്രോണിന്റെ ജയന്റ് റോബോട്ട്സിനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഒരു വിധത്തിൽ അവഞ്ചേഴ്സ് ആ റോബോട്ടുകളെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും അവ വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് റീജനറേറ്റ് ആകുന്നു. അത് കണ്ട അവഞ്ചേഴ്സ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് സാങ്ക്ടം സാന്റോറത്തിലേക്ക് പോകുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് ഓൾറെഡി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഡോക്ടർ സ്ട്രേഞ്ച് അവഞ്ചേഴ്സിന്റെ വരവിന് വേണ്ടി കാത്തു നിന്നതാണ്. അൾട്രോണെ നശിപ്പിക്കാനുള്ള ഒരു ഐഡിയ തന്റെ പക്കലുണ്ടെന്നും തനിക്ക് സ്വല്പം സമയം അതിനാവശ്യമാണെന്നും ഡോക്ടർ സ്ട്രേഞ്ച് അവഞ്ചേഴ്സിനോട് പറയുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. അയൺമാനും ആന്റ്മാനും ഹൾക്കും ക്യാപ്റ്റൻ മാർവലും ബ്ലാക്ക് പാന്തറും ഇപ്പോഴും അൾട്രോണിന്റെ കൺട്രോളിലുള്ള ഇൻഹ്യൂമൻസിനെ നോർമലാക്കാൻ അൾട്രോണിന്റെ ഇൻഹ്യൂമൻ രജിസ്ട്രേഷൻ ഡിസ്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ആ ഡിവൈസിനെ ഡിസേബിൾ ചെയ്യാനുമായിട്ട് ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായ ഹോബർട്ട് സ്റ്റാർക്കിന്റെ ഒരു പഴയ ലാബിലേക്ക് എത്തുന്നു. അയൺമാനും ആന്റ്മാനും ആ ഡിവൈസിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് ഇൻഹ്യൂമൻസ് ആയ ഗോർഗോണും കാർനാക്കും ഇൻഫർണോയും അവഞ്ചേഴ്സിനെ ആക്രമിക്കാനായിട്ട് എത്തുന്നു. അത് കണ്ട ക്യാപ്റ്റൻ മാർവലും ഹൾക്കും ബ്ലാക്ക് പാന്തറും അയൺമാനെയും ആന്റ്മാനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഹ്യൂമൻസിനോട് ഫൈറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ മാർവല് ഗോർഗോണുമായിട്ടും ഹൾക്ക് ഇൻഫർണോയുമായിട്ടും ബ്ലാക്ക് പാന്തർ കാർനാക്കുമായിട്ടും ഒരു വമ്പൻ പോരാട്ടം നടത്തുകയാണ്. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് ഹൾക്കിനോട് പറയുവാണ്, എനിക്ക് ആ ഡിവൈസിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ഇൻഹ്യൂമനെ കിട്ടണം. നീ ഒരു ഇൻഹ്യൂമനെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നൊക്കെ. അങ്ങനെ ഇൻഫർണോയുടെ അറ്റാക്കിനെ ഒരു വിധത്തിൽ സർവൈവ് ചെയ്ത ഹൾക്ക് ക്ലാപ്പ് ചെയ്ത് ഇൻഫർണോയെ ഡിഫീറ്റ് ചെയ്യുന്നു. ബോധരഹിതനായ ഇൻഫർണോയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതോടെ ഇൻഫർണോയുടെ കഴുത്തിൽ അൾട്രോൺ ഘടിപ്പിച്ച ആ രജിസ്ട്രേഷൻ ഡിസ്ക് നശിക്കുന്നു. അതോടെ ഇൻഫർണോ നോർമലായി. ഇതേ സമയത്ത് ആ ലാബിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഗോർഗോൺ ഹൾക്കിനെയും കാർനാക്ക് ക്യാപ്റ്റൻ മാർവലിനെയും അതേപോലെ ബ്ലാക്ക് പാന്തറിനെയും ആക്രമിച്ച് തറ പറ്റിക്കുന്നു. എന്നിട്ട് അയൺമാന്റെ ആർമർ നശിപ്പിച്ച കാർനാക്ക് അയൺമാനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആന്റ്മാൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് കാർനാക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ട അയൺമാൻ ഒട്ടും സമയം കളയാതെ കാർനാക്കിന്റെയും ഗോർഗോന്റെ കഴുത്തില് അൾട്രോൺ ഘടിപ്പിച്ച രജിസ്ട്രേഷൻ ഡിസ്കുകൾ ഒരു ഡിവൈസിന്റെ സഹായത്തോടെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയും ടോണി സ്റ്റാർക്കിനോട് പറയുവാണ്, അൾട്രോണിന്റെ കൺട്രോളിലായ എല്ലാ ഇൻഹ്യൂമൻസും ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. അവരുടെ രജിസ്ട്രേഷൻ ഡിസ്കുകൾ നശിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. ഇതേ സമയത്ത് അൾട്രോൺ സ്പേസിലേക്ക് പോയിട്ട് തനിക്ക് ഒരു പുതിയ ബോഡി കണ്ടുപിടിക്കാനായിട്ട് എർത്തിലേക്ക് സ്കാൻ ചെയ്യുന്നു. പുതിയ ബോഡി കണ്ടുപിടിച്ച അൾട്രോൺ പോയത് വക്കാണ്ടയിലേക്കാണ്. അവഞ്ചേഴ്സ് പെട്ടെന്ന് തന്നെ വക്കാണ്ടയിൽ എത്തുമ്പോൾ അവർ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അൾട്രോൺ ഡോറ മിലാജയെ ഡിഫീറ്റ് ചെയ്തിട്ട് വക്കാണ്ടയിലെ മോസ്റ്റ് പവർഫുൾ വൈബ്രേനിയം ആർമർ ടേക്ക് ഓവർ ചെയ്തേക്കുന്നു. ഇത് കണ്ട ബ്ലാക്ക് പാന്തറും അവഞ്ചേഴ്സും അൾട്രോണെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അൾട്രോൺ അവഞ്ചേഴ്സിനെയും ബ്ലാക്ക് പാന്തറിനെയും പരാജയപ്പെടുത്തുന്നു. എന്നിട്ട് തന്റെ യഥാർത്ഥ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രോൺ വക്കാണ്ടയിൽ നിന്നും എവിടേക്കോ പറന്നു പോകുന്നു. ഈ സമയത്ത് മറ്റ് അവഞ്ചേഴ്സ് അൾട്രോണിന്റെ സെൻട്രീസിനോടും അൾട്രോണിന്റെ ജയന്റ് റോബോട്ട്സിനോടും പോരാടി അവയെ നശിപ്പിക്കുന്നു. അൾട്രോൺ ഒരു ജയന്റ് മെഷീന്റെ സഹായത്തോടെ എർത്തിനെ സൂപ്പർ ഹീറ്റ് ചെയ്തിട്ട് ഹ്യൂമൻ ലൈഫിനെ മൊത്തം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അൾട്രോണിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയ അവഞ്ചേഴ്സ് അൾട്രോണിന്റെ പക്കൽ എത്തുന്നു. അവഞ്ചേഴ്സും അൾട്രോണും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. പോരാട്ടത്തിനിടയ്ക്ക് മറ്റ് അവഞ്ചേഴ്സും അവിടേക്ക് എത്തുന്നു. ബ്ലാക്ക് വിഡോ അവഞ്ചറ്റ് അൾട്രോണിന്റെ മേത്ത് ഇടിച്ചിറക്കുന്നു. എന്നാൽ അൾട്രോണ് ഒന്നും സംഭവിച്ചില്ല. അവഞ്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് അവരുടെ എല്ലാ പവേഴ്സും ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അൾട്രോണെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും എന്നെ തടയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ അവഞ്ചേഴ്സിനെ ആ പവേഴ്സ് കൊണ്ട് തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് തറ പറ്റിക്കുന്നു. ഈ സമയത്ത് സോങ് ബേർഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ വൈബ്രേനിയ ഷീൽഡിലേക്ക് തന്റെ പവേഴ്സ് കൊടുക്കുന്നതോടെ ആ പവർ റിഫ്ലക്ട് ചെയ്ത് അൾട്രോണിന്റെ ബോഡിയിലേക്ക് പതിക്കുന്നു. അതോടെ അൾട്രോൺ ഡിഫീറ്റ് ആയി എന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റി. അൾട്രോണിന്റെ ആർമറിന് പരിക്ക് പറ്റിയെങ്കിലും അൾട്രോൺ ഡിഫീറ്റ് ആയിട്ടില്ല.
പെട്ടെന്ന് തന്നെ അൾട്രോന്റെ ആ ജയന്റ് മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വിഷൻ തന്റെ മൈൻഡ് സ്റ്റോണിന്റെ സഹായത്തോടെ ആ മെഷീനെ കൺട്രോൾ ചെയ്ത് ആ മെഷീൻ റിവേഴ്സ് ചെയ്യുന്നു. അതോടെ ആ ജയന്റ് മെഷീന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ അൾട്രോൺ ഹൾക്കിനെ ആക്രമിച്ചിട്ട് അയൺമാനെ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ തോറും ഹൾക്കും അൾട്രോണെ അറ്റാക്ക് ചെയ്ത് തറ പറ്റിക്കുന്നു. അൾട്രോണ് അനക്കമില്ല. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അയൺമാൻ ക്യാപ്റ്റൻ മാർവലിനെയും ക്യാപ്റ്റൻ അമേരിക്കയും ആക്രമിക്കുന്നു. അതെ, അൾട്രോൺ അയൺമാന്റെ സ്യൂട്ടിന്റെ കൺട്രോള് ഏറ്റെടുത്തു. അത് മാത്രമല്ല, അൾട്രോൺ ടോണി സ്റ്റാർക്കിനെയും മൈൻഡ് കൺട്രോൾ ചെയ്യുകയാണ്. അൾട്രോൺ ടോണി സ്റ്റാർക്കിനെ മൊത്തത്തിൽ ഹാക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അൾട്രോൺ അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ അൾട്രോണെ തടയുന്നു. അത് മറ്റാരുമല്ല, അത് ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് അവഞ്ചേഴ്സിനോട് പറയുവാണ്, ടെക്നോളജി ഒരിക്കലും വർക്കാകാത്ത ഒരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എർത്തിനും ഡാർക്ക് ഡയമെൻഷനും ഇടയ്ക്കായിട്ടാണ് ഞാൻ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവിടേക്ക് അൾട്രോണെ അയക്കുകയാണെങ്കിൽ അൾട്രോണ് പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ടോണി സ്റ്റാർക്കിനെ പോലും കൺട്രോൾ ചെയ്യാൻ പിന്നീട് അവന് സാധിക്കില്ല എന്നൊക്കെ. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തിട്ട് അവഞ്ചേഴ്സിനെ കൂട്ടിയിട്ട് അൾട്രോണയും കൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് ക്രിയേറ്റ് ചെയ്ത ആ സ്പേസിലേക്ക് പോകുന്നു. അവിടെ എത്തിയ അൾട്രോണിന്റെ പ്രവർത്തനം ഇല്ലാതായി. അവഞ്ചേഴ്സിന് ഇനി ഒരിക്കലും ടോണി സ്റ്റാർക്കിന്റെ പക്കലേക്ക് പോകുവാൻ സാധിക്കില്ല. ടോണി സ്റ്റാർക്ക് അഥവാ തിരിച്ചു വന്നാൽ തന്നെ അൾട്രോണും തിരികെ എത്തും. പെട്ടെന്ന് തന്നെ ടോണി സ്റ്റാർക്ക് അപ്രത്യക്ഷമായി. അതോടെ അവഞ്ചേഴ്സ് അവർ നേരത്തെ എവിടെയാണോ നിന്നത് അവർ അവിടെ തന്നെ തിരികെ എത്തി. അവഞ്ചേഴ്സ് ടവർ നശിക്കപ്പെട്ടതോടെ ഷീൽഡിന്റെ ഒരു പഴയ ഫെസിലിറ്റിയിലേക്ക് അവഞ്ചേഴ്സ് മാറുന്നു. ടോണി സ്റ്റാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവഞ്ചേഴ്സ് നിരാശയിലാണ്. എന്നാൽ ഫാൽക്കൺ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് അവഞ്ചേഴ്സിന്. ടോണി സ്റ്റാർക്ക് സംസാരിക്കുന്നത് അവഞ്ചേഴ്സ് കേൾക്കുന്നു. എന്നാൽ അവഞ്ചേഴ്സിന് ടോണിയെ കാണാൻ സാധിക്കുന്നില്ല. ഫാൽക്കൺ ഇന്റർ ഡയമെൻഷണൽ ഫ്രീക്വൻസിയിൽ നിന്ന് കോംസിലൂടെയാണ് ടോണി സ്റ്റാർക്കിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ടോണി സ്റ്റാർക്ക് അവിടെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ടോണി സ്റ്റാർക്ക് എല്ലാം കാണുന്നുണ്ട്. ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സിനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ അവഞ്ചേഴ്സ് അസംബിൾ സീസൺ 3 ഇവിടെ അവസാനിക്കുകയാണ്. അവഞ്ചേഴ്സ് അസംബിൾ സീസൺ 1ഉം സീസൺ 2ഉം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുൻപ് ചെയ്ത വീഡിയോസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യുക. ഈ ചാനലിൽ ഇനി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവഞ്ചേഴ്സ് അസംബിൾ സീസൺ 4ഉമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.